അപ്പൊ നമ്മളെ വണ്ടിനെ കണ്ടു. ഇതാട്ടോ വണ്ടി. അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടി കൂട്ടാൻ വേണ്ടി പോക്കാന്ന്. ചേട്ടാ പറയാ അനുവിനെ വിളിക്കൂ. അനു അനു വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അവിടെ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നേ. നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥീനെ കൂട്ടാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു കവി. എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലേക്ക് ആദ്യം നമ്മൾ അറിയിക്കുമെന്ന്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഇന്നൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ പറയാം, അങ്കീത് ഉണ്ട് ഇടാം. അങ്കീതിൻ്റെ അധികാരവും ചിലപ്പോൾ വീഡിയോയിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആദ്യം നമ്മൾ ചാനൽ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത്, ടിക്ടോക്കിൽ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ഋത്തിക്കിൻ്റെ പോലത്തെ കഥയെല്ലാം ഞാൻ അങ്കീതിനെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടുണ്ടായി. ഞാനും അങ്കീതൻ തന്നെ ഉണ്ടായി. ഫാമിലി വരുമ്പോൾ കവിയും അമ്മയും അങ്ങനെ വരും. പിന്നെ അനുട്ടി എന്നെ ഋത്തിക്ക് അങ്ങനെ ഇടയിടെ വന്നത്. അപ്പോൾ ആദ്യം ഞാനും അങ്കീതം ഉണ്ടായത് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു വയസ്സൊരു കൗമാരപ്രായത്തിൽ കിടന്ന് നോക്കുമ്പോൾ പിന്നെ ഓന നമുക്ക് കിട്ടില്ല. ഓനായി ഓൻ തിരക്കായി, ഓന് ഓട്ട വാച്ചിലായി, ഓന നമുക്ക് കിട്ടില്ല. അങ്ങനെ പരിപാടി. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തുകൊണ്ടിരുന്ന പണി കല്ല് എടുക്കലേനെ. കല്ല് മെഷീൻ കല്ല്, നമ്മുടെ നാട്ടിലുള്ള കല്ലാണ്, ചെത്തുകല്ല് എന്ന് പറയും. മെഷീൻ കല്ല് നമ്മളെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന കല്ല്, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കല്ലാണ്. ആ കല്ല് മറിക്കലിന് ആദ്യം ഞാൻ അവിടെ വണ്ടിയിൽ ഞാൻ എടുത്തുകൊണ്ടുണ്ടായി. എല്ലാം 407. ഇപ്പം അതേ വണ്ടി അതുപോലത്തെ വേറെ നിസാം വണ്ടിയിൽ ഇതുപോലെ കല്ലെടുക്കല. അവനിപ്പോൾ കുറേ നാളായിട്ട്. അപ്പോൾ കുറേ ഇവനെ ദുബൈയിലേക്ക് ഗൾഫിലേക്കുള്ളൊരു ഇതിങ്ങനെ വിചാരിക്കുന്നത് അയക്കണം. പക്ഷെ അവനത് തീരെ താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും വിട്ട് അങ്ങനെ പോകുന്നതിൽ അവനതൊരു ഇതാണ്. അതുകൊണ്ട് പോകുന്നില്ല, ഒരു അമ്മോനാണ്. അപ്പോൾ പോകുന്നില്ല. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി, നമുക്കൊരു ട്രാവലർ അവന് എടുക്കാം. അപ്പോൾ അതൊരു ജീവിതമാർഗ്ഗം അങ്ങനെ ആവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വിചാരിച്ചിട്ട് ഒരു വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു. അങ്കിത, എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എന്താ പറയുക വെച്ചാൽ ഇതന്നെ നല്ല സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിന് എനിക്ക് സന്തോഷം തന്നെയാണ്. എൻ്റെ കല്ലും വണ്ടി എടുക്കുന്നതിനെക്കാട്ടി ഇത് എടുക്കുന്നതന്നെ എനിക്ക് സന്തോഷം. അതെ, എല്ലാവർക്കും എനക്കും വലിയൊരാഗ്രഹമുണ്ട്. മോനിങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് വരുമ്പോ അല്ലേ നമുക്ക് വണ്ടി പഠിച്ച് വരുമ്പോ അതുകൊണ്ട് എന്റെ മോന് ഏറ്റവും സന്തോഷം. അതെ അതെ അതെ, എന്റെ മോനെ ഞാൻ മാമൻ നമ്മളെ വീട്ടുകാരെ നാടും വിട്ടിട്ട് പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് മാമൻ പോയത്. അതേപോലെ തന്നെ അതെ, ഇത്ര വരെ നമ്മളും മോനെ പുറത്തു പോകേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനക്കും പുറത്തു പോകുന്നത് ഇഷ്ടമല്ല, എൻ്റെ മോനെ കാണാണ്ട് നിൽക്കാനാവില്ല. അതേപോലെ ഓനും നമ്മളെല്ലാവരും ഫാമിലീനെ വിട്ടുപോകാൻ ഭയങ്കര മടിയാണ് അങ്കീതിന്. അതുകൊണ്ട് അതിപ്പോൾ ഇങ്ങനെ ഒരു തയ്യാറാണ്. മാമിൻ്റെ അഭിപ്രായം? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓന് വണ്ടി എടുക്കൽ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഓന്. അപ്പോൾ ഒരു ഡ്രൈവർ ആണോ എന്നുള്ളതാണ് ഓൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതാകുമ്പോൾ ഓന് ഇങ്ങനെ ഓട്ടാല കല്ലും വണ്ടിൻ്റെ കൈ നമുക്കെല്ലാം ഇത് തന്നെയാണെന്ന്. എല്ലാ പണിക്കും അതിൻ്റേതായിട്ട് കല്ലും വണ്ടി ഇഷ്ടംപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, ഞാൻ കുറേ കാലവട്ടിയാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്, എൻ്റെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ ഓന് ട്രാവലർ ആകുമ്പോൾ ഓൻ്റെ കാര്യങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മളത് അങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ ഇത്തിക്കെ ഹാപ്പി അല്ലേ? സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മളെ പുതിയ കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇന്ന് ചേച്ചീൻ്റെ ചുരിദാർ അടിപൊളിയായിട്ടുണ്ട്, അമ്മേൻ്റെ ആയിട്ടുണ്ട്. അനുവിൻ്റെ ഡ്രസ്സ് കാണിച്ചു തന്നു അല്ലേ? അല്ലെങ്കിൽ ഞാൻ അറിയാം ഇവരെല്ലാം ഒന്നും ഇങ്ങനെ ഒരു ഹാപ്പി ആവുമല്ലോ. കവിൻ്റെ സാരി നമ്മൾ കവിനി ക്ലോത്തിങ്ങിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ കവിനി ക്ലോത്തിങ് അടിച്ചാൽ അതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നിതീഷ എന്നൊക്കെ എരിഞ്ഞു നമ്മുടെ നമ്പറും കാര്യങ്ങളും അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്താക്കും. അതുപോലെ തന്നെ നമ്മളെ വണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ട്രാവലിംഗ് ആ കാര്യങ്ങളിലായിരിക്കും ഉണ്ടെങ്കിൽ കേൽപ്രോ കൺസൾട്ടിംഗ് എന്ന് നമ്മളൊരു ഇതുണ്ട്. അപ്പോൾ അത് അക്ഷയാൻ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് അവൻ്റെ നമ്പർ കൊടുക്കുക. കേൽപ്രോ കൺസൾട്ടിംഗ് അടിച്ചാലും മതി ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ യാത്രകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും പോകട്ടെ. അപ്പോൾ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമെന്ന് നമുക്ക് പോയിട്ട് വരാം. നമ്മളെല്ലാവരും വിളിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ബൈക്ക് ആയതുകൊണ്ട് ഇങ്ങനെ എത്തായിട്ടാണ്. എൻ്റെ അനുവിനെ മാത്രം ഡ്രസ്സ് കാണിക്കാൻ ഒരു സങ്കടത്തിലേക്ക് വന്നിട്ടാ. ഒന്ന് പൊട്ടിക്കരിഞ്ഞ സാറല്ല കണ്ണു കിട്ടേനു. തോട്ടടയാണ് കേട്ടോ, തോട്ടടയാണ് ഇത് വരുന്നത്. നമ്മൾ ഉച്ചക്ക് ഒരു 12-1 മണിയിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലോ പറയുന്നുണ്ട്, കാര്യമായിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. കാക്ക്
നമ്മൾ ചൊവ്വക്കിലെ റെയിൽവേ ക്രോസ് എത്തി. നമ്മളങ്ങനെ വണ്ടീൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇറങ്ങാന്നാല് ഇറങ്ങാടോ. അമ്മേ ബാ ഇറങ്ങമ്മേ. ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങുന്നിടക്ക് എന്റെ സാരിയെല്ലാം ഒരു മോച്ചിട്ട് ഇത് അങ്ങനത്തെ സാരിയാണ്. ഇത് തുള്ളി തുള്ളി ചേർന്ന് വണ്ടിയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ, പൊത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വണ്ടി. ബാ ഉള്ളിലേക്ക് പോലാം. നമസ്കാരം. നമസ്കാരം. ഹായ്. അവിടെ വരട്ടെ അല്ലേ എന്നിട്ട്. അപ്പോൾ ഇതാണ് ഫോഴ്സിൻ്റെ ഇവിടുത്തെ എല്ലാവരും ഉണ്ട്. ഹൈ ബ്രോ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹായ്. നിങ്ങൾ മാനേജർ? ആ ജിയം സർവീസിലാണ്, സെയിൽസിൽ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഹായ്. നിങ്ങളിവിടെ സ്റ്റാഫാണല്ലേ? എല്ലാവരും സ്റ്റാഫ്. ആ ഓക്കെ ഓക്കെ. നിങ്ങൾ പറഞ്ഞാ നമ്മളൊക്കെ പറഞ്ഞ. ഹായ്. നമ്മളെ വണ്ടി അങ്ങനെ റിവീലായിരുന്നു കേട്ടോ. ഇതാണ് വണ്ടി. അപ്പൊ നമ്മളെ വണ്ടീനെ കണ്ടു. ഇതാണ് കേട്ടോ വണ്ടി. അതൊന്ന് വണ്ടീൻ്റെ ചുറ്റിലും ഒന്ന് പോകാം. ഫോഴ്സ് ആ അത് പേടിയിട്ടുണ്ട് കേട്ടോ. ണ്ട്. അതുപോലെ തന്നെ വേക്കിൽ നമ്മൾ അമ്മാന്നും കവിന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെ കാറ് ആദ്യത്തെ ഓൾട്ടോ എടുത്താൽ അതിൻ്റെ പോലെ ഉണ്ടായിരുന്നു ബാക്കിൽ കവി അമ്മ. ഇതുപോലെ തന്നെ മുന്നിൽ നമ്മൾ കെൽബ്രോ എന്നുള്ള അത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഋത്വിക്കിൻ്റെയും ഋഷ്വിക്കിൻ്റെയും പേരും കൂടി ആഡ് ചെയ്തേട്ടാ. ഋഷ്വിക്ക് ആ ഓൾട്ടോയിൽ അത് ഋത്വിക്കാണ് ഉള്ളത്. വണ്ടിയും കൂടി കൂട്ടി അതാണ് കേട്ടോ. ഇതാണ് വണ്ടി. നല്ല പൂവെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. സൈഡിലൊരു കെട്ടെല്ലാം കെട്ടിയില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം എന്നാലേ. വാ നമുക്ക് വണ്ടിന്റെ ഉള്ളിൽ കയറാം. അതെ. അപ്പൊ നമ്മളെല്ലാരും ഒന്ന് വണ്ടിയിൽ കയറി ഇരുന്നാണ്. ഓക്കെ ഓക്കെ ഷൂട്ടാ. അപ്പോൾ നമ്മൾ ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു മധുരം നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു സന്തോഷത്തിൽ പങ്കേറുന്നത് നിങ്ങളെല്ലാവരും കൂടിയുള്ളതുകൊണ്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു മധുരം മാറ്റി വെക്കുന്നു.
കുറേ പേരുണ്ട് കേട്ടാ. ഇന്ന് എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ട്. നിങ്ങൾ എത്ര സ്റ്റാഫ് ഉണ്ട് ഇടാ? 4 ആളാ? ഓ, എല്ലാവരും ഈ ഭാഗത്ത് തന്നെയല്ലേ? ഹായ്, എൻ്റെ പേരെന്നാ? അയാൻ ബദ്രിനാഥ്. അയാൻ ബദ്രി. മോളെ മോളെ ആദോ ബദ്രി. മോനാ? ആദോ ബദ്രി. ഹായ് ഹായ് ഹായ്. ആ അതന്നെ. ഫോഴ്സിന്റെ കണ്ണൂർ കാസർഗോഡ് മെയിൻ ഡീലർഷിപ്പ്. ഫോഴ്സിന്റെ കണ്ണൂർ കാസർഗോഡിലെ മെയിൻ ഡീലർഷിപ്പാണ് കണ്ണൂർ തോട്ടടക്കുള്ള ഫോഴ്സ് മോട്ടോഴ്സ്. സ്പീഡ് ഫോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്. ഏകദേശം മന്ത്ലി എത്ര വണ്ടി നോക്കുന്നുണ്ട് ബ്രോ? മന്ത്ലി ഒരു 20-25 വണ്ടികൾ പോകുന്നുണ്ട്. സ്കൂളിന്റെ ആ സീസൺ വരുമ്പോൾ കൂടുതൽ പോകും അല്ലേ? കൂടുതൽ അങ്ങനെ മെയിൻ്റെനൻസും കാര്യങ്ങളും കുറവാണ് വണ്ടിക്ക്. മോണോകോപ്പൊക്കെ ബോഡി ആയതുകൊണ്ട് നമ്മളെ കാറ് പോലെ കാർ ടൈപ്പ് കാറ് പോലെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ മൈലേജ് എത്ര മൈലേജ് ഉണ്ട്? മൈലേജ് 10-12 വരെ കിട്ടും. നല്ല ഡ്രൈവിംഗ് ആണെങ്കിൽ 12 കിലോമീറ്റർ. അപ്പോൾ ഇപ്പോഴത്തെ ഫോഴ്സിൽ കുറേ മാറ്റങ്ങളുണ്ട് പറഞ്ഞേട്ടാ. നമുക്ക് എന്തെല്ലാം ഇവരുടെ തന്നെ ചോദിക്കാം. നിങ്ങൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ തമിഴ്നാടെന്നല്ലേ? അതെ, തമിഴ്നാട്. നിങ്ങൾ വണ്ടീൻ്റെ ഞാൻ ഫോഴ്സിന്റെ സ്റ്റാഫാണ്. ഞാൻ നോക്കുന്നത് നോർത്ത് കേരള ഡിസ്ട്രിക്ട് നോക്കുന്നത് ഇവരാണ്. സോ ഇതാണ് നമ്മുടെ പുതിയ ട്രാവലർ എന്നാണ്. നേരത്തെ ഉള്ള ട്രാവലർ കാലം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ആദ്യത്തെ മാറ്റം നമുക്ക് ഫ്രണ്ട് ഫേസ് ആണ്. അതിനെ മാറ്റി പിന്നെ ബമ്പർ ഡിസൈൻ എല്ലാം മാറ്റി. പിന്നെ ലൈറ്റിൻ്റെ നമുക്ക് പവർ കൂടി. നേരത്തെ ഉള്ള വണ്ടീനെക്കാളും പവർ കൂടി. അത് ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ കുറേ കുഞ്ഞു മാറ്റങ്ങൾ 28ഓളം മാറ്റങ്ങളുണ്ട് പറഞ്ഞേട്ടാ. അപ്പോൾ DRL അടക്കം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നാലും ഇവർ ഇപ്പം നിൽക്കും. ഇവർക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലേ? തമിഴ് ചൊല്ലുങ്കോ? അല്ല പരവായില്ല, തെരിയും നമുക്ക് തെരിയും. പിന്നെ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈൻ എല്ലാം കൂടി മാറ്റി. പിന്നെ ബോഡി നല്ല ബോഡി സ്ട്രോങ് ആയല്ലേ? ഉള്ളിൽ പോലെ ഉള്ളിൽ. പിന്നെ ഇതാണ് ഡാഷ്ബോർഡ് മാറ്റി. ഡാഷ്ബോർഡ് ഡിസൈൻ ഉള്ളിൽ ഒരു ഡയമണ്ട് കട്ട് ഷേപ്പ് അങ്ങനത്തെ പോലെ ഒരു മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഡാഷ്ബോർഡ് സാധനങ്ങളൊന്നും വെക്കാണ് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ AC വെൻസ് ഡ്രൈവറിനും പിന്നെ കോ ഡ്രൈവറിനും നമുക്ക് ഇവിടെ സീറ്റ് വെക്കാൻ AC-ന്റെ പവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ 3 വെന്റ് ഉണ്ട്. ഇപ്പുറത്തെ ഒരു വെന്റ് ഇവിടെ ഒന്ന്, ബൈക്കിലൊന്ന് അവിടെ. ടെമ്പറേച്ചർ കൺട്രോൾ നമുക്ക് തന്നിട്ടുണ്ട് പുതിയതായിട്ട്. ടെമ്പറേച്ചർ കൺട്രോൾ, ബാറ്ററി കട്ട് ഓഫ്. പിന്നെ നമുക്ക് ക്ലസ്റ്റർ പുതിയ ബാറ്ററി ഓട്ടോമാറ്റിക് എത്ര മിനിറ്റ് കഴിയുമ്പോൾ കട്ടാവും? 15 മിനിറ്റ് വരെ വണ്ടി വെറുതെ വെച്ച് കഴിഞ്ഞാൽ കട്ടാവും. അത് നല്ല ഇതാട്ടോ. പിന്നെ ഉള്ളിലുള്ള ഡിസൈൻ ഫ്ലോറിങ് മാറ്റി. അങ്ങനല്ലേ? പിന്നെ സീറ്റ് ആകുമ്പോൾ നമുക്ക് സൗകര്യം കൂടി. സീറ്റിന്റെ സൈസ് നമുക്ക് വലുതാക്കി. വണ്ടി നേരത്തെ എടുത്തിട്ട് പണി കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ കൊടുക്കും. പിന്നെ ഇപ്പൊ വണ്ടി വാങ്ങിച്ചിട്ട് അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് എടുക്കാം. അങ്ങനത്തെ പോലെ നമുക്ക് പിന്നെ നമുക്ക് ഇതെല്ലാം പുറത്തുനിന്ന് ചെയ്യേണ്ടതാണ്. ഇങ്ങനത്തെ ഈ സാധനം പുറത്ത് ചെയ്യണ്ട. ഇത് നമുക്ക് കമ്പനിന്റെ വരുന്നത് ഇങ്ങനെ തന്നെ വരും. കമ്പനിന്റെ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ സാധനം വെക്കാൻ വേണ്ടി ആഡ് ചെയ്യണ്ടേ? സാധനം വെക്കാൻ നമുക്ക് അത് ചെയ്യാം. പിന്നെ AC ഉണ്ട്. പിന്നെ എല്ലാ ഇൻഡിവിജ്വലും നമുക്ക് ചാർജിങ് പോർട്സ് ഉണ്ട്. ചാർജിങ് പോർട്ടുണ്ട്. അതെ, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. അത്യാവശ്യം എമർജൻസി. ഇതാണ് എമർജൻസി എക്സിറ്റ്. പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നിയൊരു ഫീൽ എന്താ വെച്ചാൽ ഇതിലൊക്കെ മാറ്റം വരുന്നുണ്ടല്ലേ? ഞാനും പവർ വിൻഡോ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു മാറ്റം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഹൈറ്റ് കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പോലെ ഇതാണ് നിങ്ങളുടെ ഒരു ഫീലാണ്. ഡിസൈനിൽ മാറ്റിയിട്ടാണ് അത്യാവശ്യം ഈ ഒരു സെൻറ്റർ അടിച്ച് അങ്ങ് അമർന്ന് പോയിട്ടുണ്ട്. സെൻറ്റർ ഭാഗം ഇങ്ങനെ ഇതായിട്ട് അത്യാവശ്യം കുറച്ചും കൂടി ഹൈറ്റ് പോകുന്ന പോലെ ഉണ്ട്. അതുപോലെ വണ്ടി മൊത്തത്തിൽ ഇച്ചിരി ഹൈറ്റ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഉണ്ടോ? അത് നിലവിലുള്ളതാണോ? എനിക്ക് തോന്നിയാണോ ഹൈറ്റ് കൂടിയിട്ടുണ്ടല്ലേ? ലൈറ്റ് അല്ലേ? ലൈറ്റിൽ മാറ്റം വന്നിട്ട് പറയുന്നുണ്ട്. ബമ്പറിനകത്ത് മാറ്റം വന്നിട്ട് പറയുന്നുണ്ട്. നമുക്കിതിൽ ഇപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സിന് iPulse എന്നൊരു ഡിവൈസ് കമ്പനി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സാറിന് വണ്ടി ഇപ്പോൾ എവിടെയാണുള്ളത് ലൊക്കേഷന്, അതുപോലെ വണ്ടിയില്ലാത്ത ഫ്യൂവൽ, ഡീസൽ എത്രയുണ്ട്, എയർ ബ്ലൂ എത്രയുണ്ട്, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എറർ കോഡ് നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മളുമായിട്ട് ബന്ധമുണ്ട്.
ഈ ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുണ്ട്. അപ്പം നമുക്കും നിങ്ങളോട് പറയാൻ പറ്റും ഇന്ന കംപ്ലയിൻറ്റ് നിങ്ങൾക്കുണ്ട്, അത് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, അത് നമുക്ക് പറഞ്ഞു തന്ന് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിലാണെങ്കിൽ നമ്മളൊരാൾ കമ്പ്യൂട്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പറയാൻ. ഇത് ഓട്ടോമാറ്റിക് എറർ കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും, പറയാൻ പറ്റും അല്ലേ? എവിടെ വണ്ടി പോയാലും നമുക്കറിയാം പറ്റും. എവിടെ AC ഇട്ട് വെച്ചാലും എല്ലാ കാര്യത്തിനും എത്ര മണിക്കൂർ ഐഡലിംഗ് ഉണ്ട്, ഫസ്റ്റ് ഗിയറിൽ എത്ര സമയം ഓടി, സെക്കൻഡ് ഗിയറിൽ എത്ര സമയം ഓടി, ഓരോ ഗിയർ ചേഞ്ചിങ്ങിന്റെ അടക്കം അതിൽ കാണാൻ പറ്റും. നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതിന്റെ ഒരു പരിപാടി നടക്കൂല. iPulse എന്നാണ് ഡിവൈസിന്റെ പേര്. iPulse അല്ലേ? വെള്ളം കൊണ്ടുവന്നിട്ടാ ഞാൻ തളർന്നെന്ന് അറിയാമല്ലേ, നല്ല വെയിലത്തെ വണ്ടി വെച്ചാ തളർന്ന് ശരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടാ വണ്ടിയിൽ പുതുതായിട്ട് വന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള പുതിയ അതിഥീനെ ശരിക്കാൻ വന്നതാണ്. അപ്പോൾ വണ്ടി ഏകദേശം നമ്മളെ കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ താക്കോല് വാങ്ങണം നമുക്ക്, എന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കണം. എല്ലാവരും ഉണ്ടാവുമല്ലോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതാണ് പരിപാടി. ഇത് ഞാൻ ആദ്യം വന്നപ്പോൾ ഇവർ മാത്രമേ കണ്ടിട്ടില്ല കേട്ടോ. ജയമാണ് ഇവിടെ കണ്ണൂരും കാസർഗോഡും ഞങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റിൻ്റെ നല്ല രീതിയിൽ നമ്പർ ഇപ്പം കൂടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ മാസം എന്തായാലും ഒരു 40 നമ്പർ എത്താൻ ചാൻസ് ഉണ്ടല്ലേ? നല്ല നീറ്റായിട്ടുള്ള ഇതാണ് കേട്ടോ, കസ്റ്റമർ സർവീസാണ്. ഇനി എൻ്റെ സർവീസും കാര്യങ്ങളും കിട്ടുമ്പോൾ ഞാൻ മുറക്ക് കാര്യങ്ങൾ അറിയിക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. അതിന് തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് എല്ലാവരും ആശംസകൾ. നമ്മൾ അങ്ങോട്ടും നമ്മൾ വണ്ടി എടുത്തിന് ഇങ്ങോട്ടേക്കും. നല്ല ടീമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നല്ല ടീമാണ്. അതുകൊണ്ട് സർവീസും നല്ല ടീമാണ്, സെയിൽസും നല്ല ടീമാണ്. നല്ല രീതിയിലുള്ള സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പരമാവധി സാധാരണഗതിയിൽ കൊടുക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഹായ്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഫോഴ്സിൽ എല്ലാവരും ഉണ്ട്, നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വണ്ടി വിട്ടിട്ട് നാട്ടിലേക്ക് പോവാം. പുതിയ അർബാനിയ അറിയുന്നുണ്ട്. അർബാനിയ അതായത് മനസ്സിലുണ്ടായത്. ഹായ്, എന്താ ചേട്ടാ പേര്? വേണുഗോപാൽ. വേണുഗോപാലട്ടെ. അപ്പോൾ ഇത് നമ്മളെ തോട്ടടക്കുള്ള പേരെന്നാ ഹോട്ടലിൻ്റെ? ന്യൂ മീൽസ് ഹോട്ടൽ. ഓ ശരി. ചക്കരക്കല്ല വീട്? കെ ഹബിൻ്റെ പരിപാടിക്കല്ലേ, ഇനാഗ്രേഷനാ? ഉദ്ഘാടനത്തിന്. അതെ. അപ്പോൾ നടക്കട്ടെ, വീണ്ടും വരുമ്പം കാണാം. അടിപൊളി ഫുഡാണ്. നൈസ്. ഓ ആയിക്കോട്ടെ, വരൂ. ശരി, നമ്മൾ ഫുഡെല്ലാം കഴിച്ചു വന്ന് വണ്ടി അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. എങ്കിൽ കൺഗ്രാറ്റ്സ്, എല്ലാ ആശംസകളും. നമ്മളില്ലേ, ഞാൻ അങ്ങനെ എടുത്ത് എന്താ പറയാ, ഋത്തിക്ക് വരുന്ന വിധം ഞാൻ നമ്മള് അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മള് അത്രമേൽ അതിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ നിന്നുകൊണ്ട്, അതെ, നമ്മൾ മറന്നാൽ ദൈവം മറക്കുക. നമ്മളെ കുറേ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മളൊന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് നിങ്ങളെല്ലാവരും കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റിയത്. അവന് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവൻ വീടിൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല, അവനതാകുന്നില്ല. അപ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് നടത്താൻ പറ്റി. എല്ലായിടത്തും നമ്മളെ നന്ദി ഓരോരുത്തരോടും കേട്ടോ. എൻ്റെ ഒരു കുടുംബത്തിന് നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പിന്നെ ഓനുള്ളൊരു ജീവിതമായത്. അപ്പോൾ ഓനതുകൊണ്ട് ഇതാകട്ടെ. അപ്പോൾ ശരി, ഓക്കെ.